വയനാട് ദുരന്തത്തോട് കേന്ദ്രം സമീപിക്കുന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു നിലപാടാണ്. കേരളത്തോട് ശത്രുതാ മനോഭാവമാണ് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്നത്. പ്രധാനമന്ത്രി അവിടെ വന്ന് ഈ പ്രദേശങ്ങളൊക്കെ സഞ്ചരിച്ചതാണ്. ഇന്ന് വരെ കേന്ദ്ര ഗവൺമെൻറ് ഒരു പാക്കേജായി ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല. അവർ പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിന്ന് കേരളത്തിന് കിട്ടേണ്ട പണം കിട്ടും. അതിവിടെ ദുരന്തമുണ്ടായാലും ഇല്ലെങ്കിലും കിട്ടുന്നതാണ്. വയനാട്ടിലുണ്ടായ ദുരന്തത്തിന് എന്ത് സഹായം ചെയ്തു? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ നേവിയുടെയും അതോടൊപ്പം സൈന്യത്തിൻ്റെ സേവനം ഉപയോഗിച്ചതിനുള്ള പണം തിരികെ കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമല്ലേ? ഒരു ദുരന്തമുണ്ടായാൽ ദുരന്ത സ്ഥലത്ത് സൈന്യം ഉണ്ടാകും, നേവി ഉണ്ടാകും, എയർഫോഴ്സ് ഉണ്ടാകും. അവർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പണം മുഴുവൻ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കണമെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് ആ തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് പിൻവലിക്കണം. വയനാട് ദുരന്തത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകളുടെ പുനരധിവാസത്തിന് വേണ്ടി കേരള ഗവൺമെൻറ് നൽകിയ നിവേദനം പരിഗണിച്ച് സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കുകയാണ് വേണ്ടത്. കേന്ദ്രത്തിൻ്റെ ഈ നിലപാട് രാഷ്ട്രീയ കളിയാണ്. ഇത് അവസാനിപ്പിക്കണം. കേരളത്തിലെയും വയനാട്ടിലെയും ജനങ്ങളോടുള്ള ഈ വെല്ലുവിളി അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. PV അൻവറുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അദ്ദേഹം കോൺഗ്രസിൽ ചേരണമെന്ന അഭിപ്രായം പറഞ്ഞതായി എനിക്കറിയില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയും ഞാനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. അല്ല, അങ്ങനെ ഒരു ചർച്ചയേ നടന്നിട്ടില്ല. നടക്കാത്ത കാര്യങ്ങൾ ഏതോ ഒരു ചാനലിൽ വന്നു എന്നാണ് ആളുകൾ പറയുന്നത്. ഞാൻ ആ ആളുകളോട് അപ്പം തന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല, ഒരു തരത്തിലുള്ള ബന്ധപ്പെടലും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്തു. എവിടെ നിന്നാണെന്ന് അറിയില്ല. അങ്ങനെ ഒരു വാർത്ത വന്നത് അടിസ്ഥാനരഹിതമായ കാര്യമാണ്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ചാണ്ടിയമ്മൻ ഒരു ഉമ്മൻചാണ്ടിയുടെ മകനാണ്, വളർന്നു വരുന്നൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. അദ്ദേഹത്തെ പോലെ ആളുകൾ, ചെറുപ്പക്കാരായ ആളുകൾക്ക് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ചാണ്ടിയമ്മൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ ചാണ്ടിയമ്മനെ വിളിച്ചു വരുത്തി സംസാരിക്കുകയാണ് വേണ്ടത്. ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, പരസ്യ അഭിപ്രായ പ്രകടനങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കണം എന്നാണ് ചാണ്ടിയമ്മനോട് ഞാൻ ആവശ്യപ്പെട്ടത്. എം കെ രാഘവനുമായിട്ട് എന്ത് രഹസ്യ കൂടിക്കാഴ്ച? നമ്മുടെ MP അല്ലേ, നമ്മുടെ സുഹൃത്തല്ലേ. രാഘവനോട് സംസാരിച്ചു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് KPCC ഉപസമിതി വെച്ചു. ഉപസമിതി അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എം കെ രാഘവൻ കോൺഗ്രസ്സിന് എന്നും ഒരു അസറ്റ് തന്നെയാണ്. അത് എന്നോടൊപ്പം 10 വർഷക്കാലം ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം മാതൃകാപരമായ പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു വീഴ്ച ഉണ്ടായതായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. എന്തായാലും KPCC ഇങ്ങനൊരു സമിതിയെ വെച്ചിരിക്കുകയാണ്. ആ സമിതി കാര്യങ്ങൾ പരിശോധിച്ച് വേണ്ടത് ചെയ്യും. ഒരു പരസ്യ വിഴുപ്പലക്കിലേക്ക് 2 ജില്ലകൾ തമ്മിലൊരു വിഷയത്തിലേക്ക് പോകുന്ന സ്ഥിതി അവിടെ ഉണ്ടായില്ല. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല അവിടെ. ഇല്ല. കണ്ണൂരും കോഴിക്കോടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, എം കെ അത് കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാൻ വേണ്ടിയാണല്ലോ കമ്മിറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ കമ്മിറ്റി പരിശോധിക്കട്ടെ കാര്യങ്ങൾ.